ശ്രീജിത്തെ, നമ്മുടെ ബംഗ്ലാദേശിലെ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹസീന അവരിപ്പോൾ എവിടെയാണെന്ന് സത്യത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ. ഇന്ത്യയിലുണ്ടെന്ന് പറയപ്പെടുന്നു. അവിടെ ഈ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി അവർക്ക് നേരെ ആക്രമണം നടക്കുമെന്ന് വന്നപ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് വിമാനം കയറി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഇത് അവരുടെ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങാൻ അവരുടെ പാർട്ടിയായ അവാമി ലീഗിൻ്റെ അണികളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശം? എന്താണെന്ന് പറഞ്ഞാൽ അത് അമേരിക്കയിലെ നേതൃമാറ്റമാണ്. ഈ അമേരിക്കയിലെ നേതൃത്വ മാറ്റത്തിന് പിന്നാലെ ഷെയ്ഖ് ഹസീന ഒന്ന് കരുത്താർജിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ ലോകരാഷ്ട്രങ്ങളിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഷെയ്ഖ് ഹസീനയും പല പ്രസ്താവനയുമായി രംഗത്ത് വരികയാണ്. കാരണം ട്രംപ് വന്നതിന് പിന്നാലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നല്ലോ, ട്രംപിന്റെ വരവോടുകൂടി തന്നെ ഷെയ്ഖ് ഹസീന ഈ തങ്ങളുടെ ബംഗ്ലാദേശിലേക്ക് കടന്നു വരുമെന്ന്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അവാമി ലീഗിനോട് തെരുവിലിറങ്ങാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ആദ്യപടിയായി തന്നെ ഇനി ദിവസങ്ങളൊന്നും കൂടുതലില്ല, ഫെബ്രുവരി 1 മുതൽ തന്നെ പാർട്ടി അണികൾ തെരുവിലിറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 3-നും 10-നും ഇടയിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കും. പിന്നീട് ഫെബ്രുവരി 16-ന് രാജ്യവ്യാപകമായി ഉപരോധം സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ ഈ അവാമി ലീഗിന്റെ പ്രമുഖനായ നേതാവും ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അയാൾ പറയുന്നത് മാർച്ച് 26 ആ ദിവസമാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യദിനത്തിന് പിന്നാലെ തന്നെ ഷെയ്ഖ് ഹസീന രാജ്യത്തിലേക്ക് തിരിച്ചെത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ആ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഫെബ്രുവരിയോടുകൂടി തന്നെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ബംഗ്ലാദേശിൽ രൂപപ്പെടും. അതിന് പിന്നാലെയായിരിക്കും ജനങ്ങളിൽ ഒരു മാറ്റമുണ്ടാകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ തന്നെ ഷെയ്ഖ് ഹസീന എന്ന തങ്ങളുടെ പ്രധാനമന്ത്രി കടന്നു വരണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ. അതിനനുസരിച്ചുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നേതാവ് ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോഴും ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് തങ്ങളുടെ കൈകൾ നീട്ടണമെന്നും ഷെയ്ഖ് ഹസീനയെ സഹായിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. കഴിഞ്ഞ ആഗസ്റ്റ് 5-നായിരുന്നല്ലോ വലിയ രീതിയിലുള്ള സംവരണ വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട പ്രക്ഷോഭം നടപ്പിലാക്കുകയും പിന്നീട് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ നിയന്ത്രണം പൂർണ്ണമായി തന്നെ ഏറ്റെടുക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്നും പുറത്തായതിനു ശേഷം ആദ്യത്തെ പ്രതികരണം ഉണ്ടായത് അമേരിക്കയ്ക്കെതിരായിരുന്നു. അമേരിക്കയിലെ ബൈഡനാണ് ഇതിന് പിന്നിലെന്നും ഈ ബംഗ്ലാദേശിലെ നിർണായകമായ ഒരു ദ്വീപ് ആവശ്യപ്പെട്ടിട്ടും തങ്ങൾ നൽകാൻ തയ്യാറായില്ല, അതുകൊണ്ട് തന്നെ അധികാരത്തിൽ നിന്നും പുറത്താക്കുവാൻ ഈ ഷെയ്ഖ് ഹസീനയുടെ ഈ ബൈഡന്റെ തന്ത്രങ്ങൾ ഉണ്ടെന്നും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ബൈഡൻ മാറിയിരിക്കുന്നു, ട്രംപ് വന്നിരിക്കുന്നു, ഷെയ്ഖ് ഹസീന ആ അധികാര കസേര സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീന അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ വലിയ തലവേദന മാറിക്കിട്ടും. കാരണം ഈ ഷെയ്ഖ് ഇപ്പോഴുള്ള കാവൽ മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം മുഹമ്മദ് യൂനിസ് വന്നതിന് ശേഷം ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടക്കുന്നു, ഇന്ത്യൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആലം പറയുന്നു ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമെന്ന വിവാദ പ്രസ്താവന ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യക്ക് തലവേദനയായി മാറിയ ഒരു രാജ്യം ഈ ഷെയ്ഖ് ഹസീന എന്ന ഇന്ത്യക്ക് അനുകൂലമായ നരേന്ദ്രമോദിയുമായി നല്ല അടുപ്പം സൂക്ഷിക്കുന്ന ഒരു ഭരണാധികാരി ആ രാജ്യത്തിന്റെ അധികാര കസേരയിൽ കയറുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് വളരെ ഗുണം ചെയ്യും. പക്ഷെ ഇന്ത്യ ഇതിൽ നിന്നും വളരെ രീതിയിൽ പാഠം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്നെ അടിയന്തരമായി തന്നെ അതിർത്തികളെയും മുള്ളുവേലി കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇനി ആ രാജ്യത്തിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാരും ബംഗ്ലാദേശിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരും ഇന്ത്യയിലേക്ക് വരണ്ട എന്ന ശക്തമായ നിലപാടിലേക്ക് തന്നെ ഇന്ത്യ മാറിയിട്ടുണ്ട്. അതാണ് ഡൽഹിയിൽ നാം കണ്ടത്, നാം തമിഴ്നാട്ടിൽ കണ്ടു, ഇപ്പോൾ ഏറ്റവും അവസാനം കേരളത്തിലും കാണുകയാണ്. ബംഗ്ലാദേശികളെ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നു. ഡൽഹിയിൽ നിന്നും പലരെയും പിടികൂടി ഇപ്പോൾ തന്നെ തിരിച്ചയച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ ഈ ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടി, ബീഗം ഖാലിദ. അവര് ഒരു വലിയ നേതാവാണ്, കരുത്തുറ്റ നേതാവാണ്. അവർക്കും തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികളൊക്കെ ഉണ്ടായെങ്കിലും അവരും ഈ ബംഗ്ലാദേശിൽ ഇപ്പോഴും അവർ ബംഗ്ലാദേശിൽ തന്നെ ഉണ്ട്. ബംഗ്ലാദേശിലെ ഈ കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു. അവരും തെരഞ്ഞെടുപ്പിനുള്ള സമ്മർദ്ദം ഈ മുഹമ്മദ് യൂനസിന്റെ പുറത്ത് ചെലുത്തുന്നുണ്ട്. എന്തായാലും ഷെയ്ഖ് ഹസീനയും ബീഗം ഖാലിദയും തമ്മിൽ ഒരുമിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? കാരണം ഇരുവരും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് സാഹചര്യമില്ല. കാരണം ഇവർ രണ്ടുപേരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ആ പാർട്ടികളെല്ലാം, പ്രതിപക്ഷ പാർട്ടികളെല്ലാം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇത്തരം പാർട്ടികളാണ് വർഷങ്ങളായി തന്നെ ഒരു ശ്രമത്തിന്റെ ഫലമായാണ്
ഇത്തരം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം അവിടെ രൂപപ്പെട്ടു വന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി മാത്രമാണ്, അവാമി ലീഗ് മാത്രമാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ബാക്കിയുള്ള പാർട്ടികൾ മുഴുവൻ പാർട്ടികളും ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഈ ഒന്നിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇതിൽ നിന്ന് നാം മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ആ സർക്കാരുമായി ബന്ധപ്പെട്ട്, ഇപ്പോഴുള്ള കാവൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉള്ള ചില നീക്കങ്ങളുണ്ടല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് ബംഗ്ലാദേശിൽ മത്സരിക്കാൻ അവസരമില്ല. അവരെ മത്സരിപ്പിക്കേണ്ട, ആ പാർട്ടിയെ നിരോധിക്കാനാണ് തീരുമാനം. ഈ ജമാഅത്തെ ഇസ്ലാമിയും ചേട്ടൻ ഇപ്പോൾ അത്തരം പാർട്ടികൾ മാത്രമായിരിക്കും അവിടെ മത്സരിക്കുക. അല്ലാതെ അവാമി ലീഗിനെ അവിടെ നിന്ന് പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അങ്ങനെ ശ്രമങ്ങൾ നടത്തിയാലും അത് വിജയിക്കണമെന്നില്ല. കാരണം ഇത് അവർ ഒരു ജനാധിപത്യ പാർട്ടിയാണല്ലോ. ജനാധിപത്യ പാർട്ടിക്ക് വേണ്ടി എല്ലാ കാലത്തും ജനങ്ങൾ സംഘടിക്കുക തന്നെ ചെയ്യും. അവർ തെരുവിലിറങ്ങി പോരാട്ടം നടത്തിയാൽ യൂനിസിനെ അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന ബൈഡൻ അല്ല അമേരിക്കയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ രാജ്യത്ത് അമേരിക്ക നൽകി വന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം നിർത്തലാക്കുന്നു. അതോടൊപ്പം തന്നെ അരക്കൻ ആർമി ഉൾപ്പെടെയുള്ളവ വെല്ലുവിളി ഉയർത്തുന്നു. പല നിർണായകമായ പ്രദേശങ്ങളും പിടിച്ചെടുക്കുന്നു. അങ്ങനെ ആ രാജ്യം പൂർണ്ണമായി തന്നെ യൂനിസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം തന്നെ ഇപ്പോൾ വേണമെങ്കിൽ ചിന്തിച്ചു തുടങ്ങിക്കാണും, എങ്ങനെയെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ അധികാരം കൈമാറിയിട്ട് തനിക്ക് രക്ഷപ്പെടാമെന്ന ചിന്തയിലേക്ക് അദ്ദേഹം തന്നെ മാറിക്കാണും. അത്രയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യയുടെ വലിയ സമ്മർദ്ദമുണ്ടല്ലോ. ഈ ഹിന്ദുക്കൾക്കെതിരായി നടന്ന വലിയ വംശഹത്യ ആക്രമണങ്ങളും ഹിന്ദു സന്യാസിമാരെ ജയിലിലിടുന്നു, അതോടൊപ്പം തന്നെ അവരെ നിരന്തരം ആക്രമിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വാർത്തകൾ വരുന്നു. അങ്ങനെ സംഭവങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. മ്യാൻമാറിന്റെ വിമത സേന ആ രാജ്യത്തെ ആക്രമിക്കുന്നു. അങ്ങനെ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഷെയ്ഖ് ഹസീന രാജ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നത്. അതിന് അവാമി ലീഗ് തയ്യാറെടുക്കുന്നു. ആ നേതാക്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ജൂൺ ആദ്യവാരമായിരുന്നല്ലോ ഇത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നത്, വിദ്യാർത്ഥികളെ ഇറക്കിവിട്ട്. കാരണം ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു ബന്ധവും ഇല്ലാത്തൊരു സംഭവമാണ്. കാരണം കോടതിയുടെ വിധി ഉണ്ടാകുന്നു, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് സംവരണം നൽകണമെന്ന് പറയുമ്പോൾ അതിനെ വഴിതിരിച്ചു വിടുകയായിരുന്നു അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ. ജമാഅത്തെ ഇസ്ലാമിക്ക് എപ്പോഴും മതരാഷ്ട്രം എന്ന ചിന്തയാണ്. അവർ അതുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവർ ഈ ഹിന്ദുക്കളെ, പ്രധാനപ്പെട്ട അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെയും ബുദ്ധന്മാരെയും എല്ലാം ആക്രമിക്കുക, ക്രിസ്ത്യാനികളെ ആക്രമിക്കുക എന്ന തക്കം പാർത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ വിദ്യാർത്ഥികൾ ഒരു സംവരണ പ്രക്ഷോഭവുമായി രംഗത്ത് വരുന്നത്. അതിലേക്ക് കടന്നു കയറുന്ന രീതിയുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടാതെ രണ്ട് രാജ്യങ്ങളാണല്ലോ പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ്. അത് നാം കണക്കുകൾ കാണുമ്പോൾ തന്നെ അറിയാം. കാരണം വർഷങ്ങൾക്ക് മുമ്പ് 28% ഉണ്ടായിരുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇന്ന് വരെ 8% ചുരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ വ്യാവസായികമായി വളരെ മുന്നോക്കം നിന്നൊരു രാജ്യമാണ്. തുണി വ്യവസായമായാലും ആ രീതിയിലെല്ലാം മുന്നോക്കം നിന്നൊരു രാജ്യം എന്തുകൊണ്ട് ഇങ്ങനെ തകർന്നു എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ മതത്തിന്റെ സ്വാധീനം കാണുന്നത്. ഈ മതം എല്ലാ രാജ്യത്തെ കീഴടക്കുകയാണെങ്കിൽ ആ രാജ്യമെല്ലാം തകർച്ചയിലേക്ക് പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ആ രാജ്യം ജനാധിപത്യ രീതിയിലേക്ക് മടങ്ങി വരുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്, ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്.